ഹായ് എവറി വൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ്. ആ ടോപ്പിക് ഒരു മെഷീനാണ്. പലപ്പോഴും ഞാനത് എല്ലാ പാർലറുകളിലും പോകുന്ന സമയത്ത് ഒരു മൂലയിൽ പൊടിയെല്ലാം പിടിച്ച് ഉപയോഗിക്കാത്ത രീതിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണാറ്. പക്ഷെ ആ മെഷീൻ്റെ ബെനിഫിറ്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് തന്നെ അത് പൊടിയെല്ലാം തട്ടി നാളെ മുതൽ തന്നെ അത് യൂസ് ചെയ്ത് തുടങ്ങും. ഹൈലി ഇഫക്റ്റീവായിട്ടുള്ള ഒരു മെഷീനാണ്. മെഷീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മെഷീനാണ് ഹൈ ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായി നമ്മൾ ചെയ്യുന്ന ഫേഷ്യൽസിലെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ പിമ്പിൾസിലും അതുപോലെ തന്നെ നമുക്ക് ആൻറ്റി ഏജിങ്ങിലൊക്കെ നമുക്ക് ചെയ്യാൻ നോർമലി നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ഇരട്ടി റിസൾട്ട് കിട്ടുന്ന ഒരു മെഷീനാണ് ഹൈ ഫ്രീക്വൻസി. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് അറിഞ്ഞിരിക്കണം, ഇതിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. ആദ്യമേ തന്നെ ഇതിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ആണ് പറയുന്നത്. അതായത് ഇത് ആർക്കെല്ലാം ചെയ്യാൻ പാടില്ല എന്നതാണ് കോൺട്രാ ഇൻഡിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ പ്രഗ്നൻസിയിലുള്ള ആളുകൾക്ക് ഇത് പ്രഗ്നൻസി പീരീഡിൽ ഇത് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഹാർട്ട് പേഷ്യൻസ്, പേസ് മേക്കർ എല്ലാം വെച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ മെറ്റൽ ഇംപ്ലാന്റേഷൻ ചെയ്തിട്ടുള്ള ആളുകളും പിന്നെ ഹൈ BP ഉള്ള ആളുകൾ, അതുപോലെ എപ്പിലെപ്സി ഉള്ള ആളുകൾക്കൊന്നും നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഈ മെഷീനോട് കുറച്ച് ആങ്സൈറ്റി, ഇത്തിരി പേടിയുള്ള ആളുകൾ, കാരണം ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഒരു ഷോക്കിംഗ് ഫീലും ഒരുപാട് സൗണ്ടെല്ലാം ഉണ്ടാവുന്ന ഒരു മെഷീൻ ആയതുകൊണ്ട് നമുക്കിപ്പോൾ പൊതുവെ ഒത്തിരി ആങ്സൈറ്റി ഉള്ള ആളുകളാണെങ്കിൽ അവർക്കും ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമുക്ക് ഈ മെഷീൻ എന്താണ്, ഈ മെഷീൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നെല്ലാം നോക്കാം. ഓക്കെ, ഈ മെഷീന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ് സെറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോഡുകൾ ഉണ്ടാവും. ഓക്കെ, ചെറിയ ഗ്ലാസ് ട്യൂബിൽ കൂടെ ഗ്യാസ് ഇലക്ട്രോഡുകൾക്കുള്ളിൽ പ്രത്യേകമായിട്ടുള്ള വാതകങ്ങൾ കടത്തിയ ശേഷം ചെയ്യുന്ന ഒരു മെഷീനാണ്. നമ്മുടെ ശരീരത്തിലേക്ക് കറണ്ട്, ഓക്സിലേറ്റിംഗ് കറണ്ടിനെ പാസ് ചെയ്യിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ് ഹൈ ഫ്രീക്വൻസി. അപ്പോൾ ഇതിൽ 2 ടൈപ്പ് വാതകങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് ആർഗൺ ആൻഡ് സെക്കൻഡ് വൺ ഈസ് നിയോൺ. ആർഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയലറ്റ് ഷെയ്ഡിലുള്ള ലൈറ്റ് ആയിരിക്കും വരുന്നത്. നിയോൺ ആണെങ്കിൽ ഒരു ഓറഞ്ച് കളറിലുള്ള ലൈറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ പൊതുവെ ഇത് കോമൺ ആയിട്ട് എല്ലാ ആളുകളും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ രണ്ടിനും 2 തരത്തിലുള്ള റിസൾട്ടുകളുണ്ട്. ആർഗൺ ആണെങ്കിൽ പിമ്പിൾ പ്രോൺ സ്കിൻ, ആക്നെ, അതിനൊക്കെയാണ് നമ്മൾ പൊതുവെ ആർഗൺ നിറച്ചിട്ടുള്ള മെഷീൻ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിയോൺ ആണെങ്കിൽ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റിലും പ്രിമച്വർ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റിലെല്ലാമാണ് നിയോൺ നിറച്ചിട്ടുള്ള മെഷീൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെഷീൻ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പൊതുവേ നമ്മൾ ഈ മെഷീൻ ഒരു ക്രീമുകളില്ലാതെ ഡയറക്റ്റ്ലി ആണ് നമ്മളിത് അപ്ലൈ ചെയ്യാറ്, വിതൗട്ട് എനി ക്രീം. നോർമലി എക്സെപ്റ്റ് ചില കമ്പനികളെല്ലാം ചില ജെല്ലുകൾക്കൊക്കെ ഹൈ ഫ്രീക്വൻസി കൊടുക്കാനായിട്ട് പറയാറുണ്ട്. ആ കണ്ടീഷനിലല്ലാതെ നോർമലി നമ്മൾ ഡയറക്റ്റാണ് അപ്ലൈ ചെയ്യാറ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ സ്കിൻ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ഓക്കെ, ഒരു ക്ലൻസിങ്, ഒരു അസിസ്റ്റൻ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത ശേഷം ക്ലൻസിങ്ങിനെല്ലാം ശേഷം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലാം റിമൂവ് ചെയ്ത ശേഷം ഒരു ഡ്രൈ സ്കിന്നിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും സ്കിന്നിൽ ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റുകൾ ഉണ്ടാകാൻ പാടില്ല. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻഫ്ലമബിൾ ഒരു മെഷീൻ ആയതുകൊണ്ട് ആൽക്കഹോൾ കണ്ടൻറ്റുകളെല്ലാം ഉണ്ടെങ്കിൽ അത്രയും ഏരിയാസിലെല്ലാം ഒരു പാച്ചി അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്ലാക്ക് സ്പോട്ടുകളെല്ലാം വരാനുള്ള സാധ്യത, ബേണിംഗ് സെൻസേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ആൽക്കഹോൾ കണ്ടൻറ്റ് ഇല്ല എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ട് ഉറപ്പ് വരുത്തിയ ശേഷം വേണം ആ മെഷീൻ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഈ മെഷീൻ്റെ ഒരു ഹാൻഡ് സെറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സ് ഉണ്ടായിരിക്കും. ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇതിനാണ് ഇലക്ട്രോഡ്സ് എന്ന് പറയുക. ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോഡുകൾ ഉണ്ടായിരിക്കും. മഷ്റൂം ഇലക്ട്രോഡ്, വൈ ഷേപ്ഡ് ഇലക്ട്രോഡ്, പിന്നെ അതുപോലെ തന്നെ കോം ഷേപ്ഡ് ഇലക്ട്രോഡ്, ബൾബ് ഇലക്ട്രോഡ്, സാച്ചുറേറ്റർ എന്നെല്ലാം പറഞ്ഞ് ഡിഫറെൻ്റ് ആയിട്ടുള്ള, അപ്പോൾ ഇതിനെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂസേഴ്സാണ്. നോർമലി നമ്മൾ മഷ്റൂം ഷേപ്ഡ് ഓർ ഫ്ലാറ്റ് ഷേപ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡുകളാണ് ഫേസിൽ യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഹാൻഡ് സെറ്റാണ്. ഈ ഹാൻഡ് സെറ്റിലാണ് നമ്മൾ ഇത്തരം ഇലക്ട്രോഡ്സ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വളരെ ഫ്രജൈലായിട്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടവൽ വെച്ച് വേണം മെഷീനെ ഹാൻഡ് സെറ്റിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ട്. ഓക്കെ,
പ്രോപ്പറായിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്തു, ഇതിനെ ഫിക്സ് ചെയ്തു. ഓക്കെ, ഫിക്സ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ ഫേസിൽ ഇത് 3 ടൈപ്പ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആൻഡ് ഇൻഡയറക്റ്റ് ആപ്ലിക്കേഷൻ, ദെൻ ജനറൽ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ മെഷീൻ ക്ലയൻറ്റിൻ്റെ ഫേസിൽ അല്ലെങ്കിൽ ഹെയറിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ക്ലയൻറ്റ് ഏറ്റവും അതിന് ഓൺ ഓഫ് ബട്ടൺ ഉണ്ടാവും മെഷീനിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ബട്ടൺ ഉണ്ടാവും, ഇതിൻ്റെ പവറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബട്ടൺ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് ഏറ്റവും കുറഞ്ഞ പവറിൽ ഇതിനെ സെറ്റ് ചെയ്ത ശേഷം, ഏറ്റവും കുറഞ്ഞ ഇൻറ്റൻസിറ്റിയിൽ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇതിൽ ടച്ച് ചെയ്ത ശേഷം ക്ലയൻറ്റിൻ്റെ ഫേസിൽ, അപ്പോൾ ഫ്ലഷി അല്ലാത്ത ഒരു ഭാഗത്താണ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ലോലി സർക്കുലർ മൂവ്മെൻറ്റ്സ് കൊടുക്കണം. ഓക്കെ, വളരെ സ്ലോവിലാണ് മസാജ് ചെയ്യേണ്ടത്. ഈ സമയത്ത് ഈ മെഷീൻ നമ്മൾ എടുത്ത് വെക്കാനൊന്നും പാടില്ല. അപ്പോൾ ആ സമയത്ത് എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽ ക്ലയൻറ്റിന് ഉണ്ടാവും. വളരെ സ്ലോലി നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ഏരിയയിലും സർക്കുലർ മൂവ്മെൻറ്റ്സ് കൊടുക്കണം. ഈ സമയത്ത് മെഷീൻ്റെ ഇൻറ്റൻസിറ്റി ക്ലയൻറ്റിന് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഗ്രാജുവലി നമ്മൾ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം റിമൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത ശേഷം റിമൂവ് ചെയ്യുക. ഓക്കെ, ഈ രീതിയിലാണ് ശരിക്കും മെഷീൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ വേറൊരു രീതിയിൽ ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് ക്ലയൻറ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത ശേഷം ഏറ്റവും കുറഞ്ഞ ഇൻറ്റൻസിറ്റിയിൽ ഇട്ട ശേഷം ഓൺ ചെയ്ത് അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതാണ് ഒരു പ്രോപ്പർ മെത്തേഡ്. അപ്പോൾ ഈ സമയത്ത് ക്ലയൻറ്റിന് ഒത്തിരി ഇറിറ്റേഷനോ അങ്ങനെ ഇച്ചിങ് ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. ഒരു ഒത്തിരി അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഫീലുകളൊന്നും പൊതുവെ ഉണ്ടാവില്ല. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മെഷീൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാകുന്ന വെച്ചാൽ ഒരു ഓക്സിലേറ്റിംഗ് കറണ്ട് നമ്മുടെ സ്കിന്നിൽ കൂടെ പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പാസ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്രിക്ഷൻ ഉണ്ടാവും. മീൻസ് നമ്മുടെ ഇൻ ബിറ്റ്വീൻ ദ ടിഷ്യൂസ് ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുന്നത് കൊണ്ട് എന്തുണ്ടാവും, അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഏരിയയിൽ ഒത്തിരി ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. അത് ആ ഏരിയയിലുള്ള സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, അതിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലിംഫാറ്റിക് ഡ്രെയിനേജ് ഉണ്ടാവും. അതുപോലെ തന്നെ എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് സെബം കൺട്രോൾഡ് ആവും. ഫൈൻ ലൈൻസ് പോകാനായിട്ടും സ്കിന്നിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ടും നമ്മളെ സഹായിക്കും ഈ ഒരു മെഷീൻ. ഓക്കെ, അപ്പോൾ അത്രയും ബെനിഫിഷ്യലാണ് നമുക്ക് ചെയ്യുന്ന സമയത്ത്. അത് ഒരുപാട് അറ്റ് എ ടൈം ഒരുപാട് വേവ്സ് ശരീരത്തിൽ കൂടെ സ്കിന്നിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. കൈകൊണ്ട് മസാജ് ചെയ്യുന്നതിന് ഒരുപാട് മടങ്ങ് റിസൾട്ട് നമുക്ക് ഈ മെഷീനിൽ കിട്ടും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ മെഷീന് ചുറ്റുമുള്ള ഓക്സിജൻ വിൽ കൺവേർട്ടഡ് ഇൻ ടു ഓസോൺ. അപ്പോൾ നമുക്കറിയാം O2 വിൽ കൺവേർട്ടഡ് ഇൻ ടു O3. അപ്പോൾ ഈ ഓസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഇഫക്റ്റീവാണ് ഫോർ ആൻറ്റിജെർമിസൈഡൽ പർപ്പസിലൊക്കെ ആയിട്ട്. അതായത് നമുക്ക് ഈ ഓസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ആൻറ്റി ബാക്ടീരിയലാണ്, ഹൈലി ആൻറ്റിജെർമിസൈഡലാണ്. അതുകൊണ്ട് തന്നെ പിമ്പിൾസും അതുപോലെ തന്നെ നമുക്ക് അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ നമുക്ക് ഒത്തിരി ഇഫക്റ്റീവാണ് ഈ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു ഗോസ് അപ്ലൈ ചെയ്ത് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, ഇൻ ബിറ്റ്വീൻ സ്കിൻ ആൻഡ് ദ മെഷീൻ കൂടുതലൊരു ഗ്യാപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഓസോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലാവുന്നത് നമുക്ക് എന്തുണ്ടാവും, ഈ മെഷീൻ്റെ കൂടുതലായിട്ടുള്ള രീതിയിൽ ആൻറ്റിജെർമിസൈഡലായിട്ടുള്ള നമുക്കൊരു റിസൾട്ട് കിട്ടും. ഓക്കെ, പിന്നെ ഇതിൽ അടുത്തതാണ് നമ്മൾ ചെയ്യുന്ന അടുത്ത ഇലക്ട്രോഡാണ് കോംബ് ഇലക്ട്രോഡ്. ഇത് നമ്മൾ ഡാൻഡ്രഫ്, ഹെയർ ഫോളിനുള്ള ട്രീറ്റ്മെൻറ്റ്സിലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ്, ഒരു ഇലക്ട്രോഡാണ്. അപ്പം നമ്മളൊരു സ്പായൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹൈ ഡാൻഡ്രഫും അതുപോലെ തന്നെ ഹൈ ഹെയർ ഫോളുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒരു 4 to 5 minutes ഈ ഇലക്ട്രോഡ് വെച്ച് കോംബ് ചെയ്ത ശേഷം നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഭയങ്കര റിസൾട്ട് ഉണ്ടാവും. അടുത്തതാണ് ബൾബ് ഇലക്ട്രോഡ്. ഇത് ആക്നെ ട്രീറ്റ്മെൻറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബൾബ് ഇലക്ട്രോഡ്. ഇത് സാച്ചുറേറ്റർ. ഇത് ഇൻഡയറക്റ്റ് ആപ്ലിക്കേഷനിലാണ്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ നമുക്ക് സ്കിന്നിൽ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റിന്, പിമ്പിൾസിന്, അതുപോലെ തന്നെ നമ്മുടെ ഫൈൻ ലൈൻസ് മാറാനായിട്ട്, സ്കിന്നിനൊന്ന് ലിഫ്റ്റ് ചെയ്യാനായിട്ട്, ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, ലിംഫാറ്റിക് ഡ്രെയിനേജിനൊക്കെ വേണ്ടിയും
നമ്മൾ ഈ മെഷീൻ, ഇതൊക്കെ നമുക്ക് ഈ മെഷീനിൽ കിട്ടുന്ന റിസൾട്ടാണ്, ഹൈ റിസൾട്ടുള്ള മെഷീനാണ്. അപ്പോൾ എല്ലാവരും ഈ മെഷീന് യൂസ് ചെയ്ത് തുടങ്ങുക. എന്നിട്ട് നിങ്ങൾക്കുള്ള വരുന്ന എന്താ പറയുക റിസൾട്ട് ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.